Good morning, miss. Good morning. Good morning. Good morning. Can you hear me? Yes, miss. Yes, miss. Ready അല്ലേ? Yes, miss. Okay. വീഡിയോ ഓൺ ചെയ്യാത്തവരുണ്ടല്ലോ ജസ്റ്റസേ. മിസ് എന്റെ ക്യാമറയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതാണ് വീഡിയോ ഓഫ് ആക്കുന്നത്. അതെയോ? ക്യാമറ ഓൺ ആക്കിയിട്ടും കാര്യം ഒന്നും ക്ലിയർ ആകത്തില്ല. കാണുമ്പോ പേടി തോന്നുന്നു. ഭീകരാവസ്ഥ. ഗുഡ് മോർണിംഗ് അശ്വിൻ. അശ്വിൻ അർജുൻ. Good morning, teacher. മോർണിംഗ്. ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് അല്ലേ? അതിലേതോ നോട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇതുവരെയുള്ള ലെസൺ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോട്ട്സ്? ഇല്ല മിസ്, ഇപ്പൊ എല്ലാം കിട്ടി. 6ാം പാഠം ഉണ്ടായിരുന്നല്ലോ, അത് കിട്ടി. 7ാമത്തെ നമ്മൾ പറഞ്ഞില്ലേ? 7 ഇട്ട് തന്നു. ഇട്ടു. 8ാമതോ? 8ാമത്തെ പാഠം ലെസൺ കഴിഞ്ഞില്ലേ? എടുത്തോണ്ടിരിക്കും. അതില് വർക്കുകൾ പറഞ്ഞോ? വർക്കുകൾ ഇന്ന് പറയണല്ലേ? പാഠഭാഗം കഴിഞ്ഞതല്ലേ? എട്ടാമത്തെ പാഠഭാഗം കഴിഞ്ഞോ ഇല്ലയോ? 8ാമത്തെ ലെസൺ ഇല്ല മിസ്. എത്ര വരെ എടുത്തിട്ടുണ്ട് പറഞ്ഞോ? എക്സസൈസ് പേജ് നമ്പർ 43 ആണോ ഇനി എടുക്കേണ്ടത്? ഓർമ്മയില്ലേ മക്കളെ നിങ്ങൾക്ക്? 43 ആണ്. അതെ മിസ്സേ. 43 എടുക്കണം അല്ലേ? ഓക്കെ, 43 ഇപ്പൊ എടുക്കാം കേട്ടോ. 42 വരെ എല്ലാവർക്കും കംപ്ലീറ്റ് ഓർമ്മയില്ലേ? ഊട്ടിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഊട്ടിയിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ? ഊട്ടിയിലെ പ്രകൃതി ഭംഗിയായ കാഴ്ചകളെ കുറിച്ച് അല്ലേ? 43 വരെ എടുത്തു. 43 വരെ എടുത്തോ? പഹാഡോങ്കി റാണി എന്നുള്ള പേര് വരെ പറഞ്ഞോ ഞാൻ? ഊട്ടിയെ പഹാഡോങ്കി റാണി എന്ന പേരിൽ അറിയപ്പെടുന്ന വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡൗട്ട് ഉണ്ടല്ലേ? മിസ് ഒരു കാര്യം ചെയ്യാം, 43 വരെ ഒന്നും കൂടി പറഞ്ഞു, സംശയം തീർക്കണ്ട. എല്ലാവരും പേജ് നമ്പർ 43 എടുക്കുക. അലന് ഏത് നോട്ടാ വേണ്ട മോനെ? ഏത് ലെസന്റെ നോട്ടാ വേണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിലെങ്ങാണ്ടോ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലായിരുന്നു ഗ്രൂപ്പില്. ഏത് ലെസൺ ആണെന്ന് ഓർമ്മയില്ല. ലെസൺ 7 ആണോ വേണ്ടത്? ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് എഴുതാനുള്ളത്? 8 ആണോ? 8ാമത്തെയാന്ന് തോന്നുന്നു. ഈ പഠിപ്പിച്ചു കഴിഞ്ഞത് 8ാമത്തെ ലെസൺ അല്ലേ? പഠിപ്പിച്ചു കഴിഞ്ഞത്. അതില് വർക്കുകൾ ഇട്ടില്ലല്ലോ. ഒന്നുകൂടി വായിച്ചുതരാം. 8ൽ എനിക്ക് എഴുതാനുള്ളത്. മക്കളെല്ലാവരും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കംപ്ലീറ്റ് ആക്കണേ നോട്ട്. അവരോട് ചോദിച്ചു ഇവരോട് ചോദിച്ചല്ല. എന്നിട്ട് തീരെ എവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ മിസ്സിനോട് വേഗം ചോദിച്ച് കംപ്ലീറ്റ് ആക്കണേ. പേജ് നമ്പർ 43 എടുക്കുക. പേജ് നമ്പർ 43. മിസ് ഒന്നുകൂടി ആ 43 പേജ് ഒന്നുകൂടി പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും റെഡി ആയി നോക്കുക. ആരോമല നോട്ട് കംപ്ലീറ്റ് ആയില്ലേ? ആരോമലെ അത് ഫോട്ടോ എടുത്ത് അയക്കുമ്പോ നേരെ തന്നെ പേജ് എടുത്ത് അയക്കുക കേട്ടോ. 2 പേജ് ഒരുമിച്ച് അയക്കുമ്പോൾ നമുക്കത് വ്യക്തമാവില്ല നിങ്ങൾ എന്താ എഴുതി എന്നുള്ളത്. മിസ്സിനെ നോക്കുമ്പോ ഫോണിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഓരോ പേജ് ആയിട്ട് തന്നെ ഒരുമിച്ച് വേറെ തന്നെ എടുത്ത് അയക്കുക കേട്ടോ. നോക്കുക പേജ് നമ്പർ 43. ജുവാന പേജ് നമ്പർ 43. മിസ്സേ എനിക്ക് 6ാമത്തെ 7ാമത്തെ പാഠത്തിന് അയച്ചു ഡൗൺലോഡ് ആവുന്നില്ല മിസ്സേ. 6ാമത്തെ 7ാമത്തെ നോട്ട് അയച്ചു തരുമോ? അതിന്റെ ഡൗൺലോഡ് ആവുന്നില്ല. വാട്സാപ്പിൽ ഒന്ന് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കണേ. അപ്പൊ ഞാൻ ഓരോരുത്തരും എന്നാലും എനിക്ക് ഓർമ്മ കിട്ടില്ല. അതുകൊണ്ടാണ് ക്ലാസ് കഴിയുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് ചോദിക്കാം, ഒന്നുകൂടെ അയച്ചുതരാം. അലന് 8 വേണ്ട. 8 പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ പാഠം എടുത്ത ഉടനെ അയച്ചുതരാം.
ഗ്രൂപ്പിൽ തന്നെ അയക്കാം. ഹരിക്ക് 7 വേണ്ടതെങ്കിൽ 6 7 വേണ്ടെങ്കിൽ അത് പേഴ്സണലി ചോദിക്കും കേട്ടോ. ओके पेज नंबर 43 वहां पहुंच कर लगा मानो हम किसी अलग ही दुनिया में है जहां गुलाब की गुलाब है. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേ ഗുലാബ് ബാഗ് അല്ലെ, ഗുലാബ് ഗാർഡൻ, അവിടെ ഒരു പൂന്തോട്ടത്തിലാണ് ഞങ്ങൾ ഇപ്പൊ എത്തിയത്. അവിടെ എത്തിച്ചേർന്നപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾ ഏതോ ഒരു ലോകത്താണ്. അത്രയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂക്കള്. ആ പിക്ചറിൽ തന്നെ കാണുന്നില്ല, എന്ത് ഭംഗിയാ കാണാൻ നോക്കിയേ. അപ്പൊ അവിടെ പോയാലുള്ള അവസ്ഥ എന്താ അല്ലേ? अलग अलग रंगों के सुंदर गुलाबों को देखकर तन मन गुलाब की ही तरह गिलगुड़ा. പല പല വർണ്ണങ്ങളിലെ പല പല നിറങ്ങളിലെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സും കൂടി പൂക്കളെ പോലെ വിടർന്നു നിന്നു. അങ്ങനെ പറഞ്ഞ എന്താ? പൂക്കളെ പോലെ വിരിഞ്ഞു നിന്നു പറഞ്ഞ അതിന്റെ അർത്ഥം അത്രയും മനസ്സിന് സന്തോഷം തോന്നി എന്നാണ് അർത്ഥം. കേട്ടല്ലോ? നെക്സ്റ്റ് ജീവ, പേജ് നമ്പർ 43. अब हमें മധുമലായി വന്യജീവ് അഭയാരണ്യ देखना था. ഇനി നെക്സ്റ്റ് മധുമലായി വന്യജീവ് അഭയാരണ്യത്തിലാണ് ഞങ്ങൾ പോയിരുന്നത്. इस वन्यजीव अभयारण्य में वनस्पति और जंतुओं की कुछ दुर्लभ प्रजातियों पाई जाती है. ഇവിടെ ഈ അഭയാരണ്യത്തിലെ പല മരുന്നുകള്, ആയുർവേദ മരുന്നുകള്, വനസ്പതി, പിന്നെ അതുപോലെ ദുർലഭമായി കണ്ടിരുന്ന ജീവജാലങ്ങള്, ഇവയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. യഹാ ഹംനെ ഹാത്തി, സാമ്പർ, ചീത്തൽ, ഹിരൺ और रंग बिरंगे പക്ഷി ദേഖെ. ഇവിടെ നമ്മള് പിന്നെ ആന, അതുപോലെ പുലി, മാൻ, അതുപോലെ എന്താണ് പലതരത്തിലുള്ള പക്ഷികള്, ഇതിനൊക്കെ നമുക്ക് ഈ അഭയാരണ്യത്തിലെ വന്യജീവ് അഭയാരണ്യത്തിൽ കണ്ടു. വന്യജീവ് അതായത് വന്യജീവി സങ്കേതം. ഫിർ ഹമേം കാൽഹട്ടി ജലപ്രപാത് ഗയേ. അതിനുശേഷം ഞങ്ങൾ പോയത് കാൽഹട്ടി വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നു. കാൽഹട്ടി ജലപ്രപാത് ലഗ്ഭഗ് 100 ഫൂട്ട് ഊഞ്ചാ ഹെ. 100 അടി ഉയരത്തിൽ നിന്നാണ് ആ വെള്ളം ഒഴുകി വീഴുന്നത്. ഇത്തനി ഊഞ്ചായി സെ ഗിർനെ ഝർനെ കോ ദേഖ്ന और झरने के जल के संगीत के स्वर सुनकर जो आनंद मिला. ഇത്രയും ഉയരം, 100 അടി ഉയരത്തിൽ നിന്ന് ഡെൽവിൻ, പേജ് നമ്പർ 43. അതായത് 100 അടി ഉയരത്തിൽ നിന്ന് വീഴുന്ന ആ വെള്ളം വീഴുന്നത് കൊണ്ട് അതിനെ നല്ല സൗണ്ട്, ആ വെള്ളം വീഴുന്നതിന്റെ എന്താ അതിനെ പറയാ, ജലക്കെ സംഗീതക്കെ സ്വർ, ജലത്തിന്റെ സംഗീതത്തിന്റെ സ്വരം കേൾക്കാമായിരുന്നു. ആ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് കുളിർമയുണ്ട്. ജലത്തിനൊരു സംഗീതമുണ്ട്, അറിയോ? വെള്ളം ഒഴുകുമ്പോൾ ഒരു സംഗീതം കേട്ടിട്ടുണ്ടോ നിങ്ങള്? തിരക്കിൽ വണ്ടിയിൽ ഓടുമ്പോഴൊന്നും നമുക്കത് കേൾക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സമയം ഒഴുകുന്ന വെള്ളത്തിന്റെ അടുത്ത് പോയി നിൽക്കുക. ഇനി മിസ് ഇന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആരും ഇനി അടുത്തുള്ള പുഴയിലോ കുളത്തിലൊന്നും പോയി നിന്നേക്കല്ലേ. മിസ് സംഗീതം കേൾക്കാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മിസ് പറഞ്ഞിട്ടാ പോകുന്നു പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പറയാനൊന്നും പോയേക്കല്ലേ. നിങ്ങൾ ആരും പോകേണ്ട. പോയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ടുണ്ടെങ്കിൽ, അഥവാ പേരൻസിന്റെ കൂടെയോ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു 10 മിനിറ്റ് നിങ്ങള് സൗണ്ട് എടുക്കാതെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പൊ ആ വെള്ളത്തിന് ഒരു സൗണ്ട് കേൾക്കാൻ, നമുക്ക് ഒരു സംഗീതം, ജലം ഒഴുകുന്നതിന് ഒരു സംഗീതം ഉണ്ട്. അത് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന പറയുന്നത്. ഉസേ ശബ്ദമേ ബതായ ഞാൻ നഹീ ജാ സക്ത. അത് നമുക്ക് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പുഴയിൽ മാത്രല്ല, വെള്ളച്ചാട്ടത്തിലെ ആ ശക്തിയിൽ വീഴുമ്പോ പതഞ്ഞൊഴുകുന്ന ആ ശബ്ദം. ഐസ മഹ്സൂസ് ഹുവാ കി പ്രകൃതി കിതനി സുന്ദർ ഹെ. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ പ്രകൃതി എത്ര മനോഹാരിത ഉള്ളവളാണ്, അല്ലെങ്കിൽ എത്ര സുന്ദരിയാണ് പ്രകൃതി. प्रकृति के करीब रहना और कण कण में बिखरे सौंदर्य को अपनी आंखों से निहारना भाग्यशाली होने से कम नहीं है. നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭാഗ്യം കിട്ടണമെന്നില്ല. പ്രകൃതി ഭംഗി എങ്ങനെ ആസ്വദിക്കുക? ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോറസ്റ്റിലോ ഇങ്ങനെയൊക്കെ നമ്മള് എന്താണ് ഒരു ടൂർ പോകുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രകൃതി എത്ര മനോഹാരിതയാണെന്ന്, അല്ലേ? പ്രകൃതിക്ക് ഇത്രയൊക്കെ ഭംഗിയുണ്ട്. അല്ലാതെ നമ്മള് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്പിൽ തന്നെ ഒതുങ്ങിക്കൂടി നമുക്ക് പ്രകൃതി ഭംഗി കാണാൻ പറ്റുമോ? പക്ഷികളുടെ കളകളാരവം അല്ല പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുമോ? പുഴയുടെ സംഗീതം കേൾക്കാൻ പറ്റുമോ? ഇല്ല. അഗലെ ദിൻ ഹമേം വാപ്പസ് ദില്ലി ആനേത്. പിറ്റേ ദിവസം നമുക്ക് ദില്ലിയിലേക്ക് തിരിച്ചു വരണമായിരുന്നു. ഇത്തനെ ദിനോക്കെ ആനന്ദ് കെ ബാദ് ലൗട്ട്നെ കാ മൻ തോ നഹീ താ പർ ലൗട്ട്നാ പടാ.
ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ചു വരാൻ തോന്നുന്നതേയില്ല, വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്നതേയില്ല. പക്ഷെ തിരിച്ചു വന്നേ പറ്റൂ. इस यात्रा के बाद मुझे समझ में आया कि ഊട്ടി को पहाड़ों की रानी क्यों कहते हैं. ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ഊട്ടിയെ എന്തുകൊണ്ടാണ് പഹാഡോം കി റാണി എന്ന് വിളിക്കപ്പെടുന്നത്? പർവ്വതങ്ങളുടെ റാണിയാണ് ഊട്ടി എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് ഈ യാത്രയിലൂടെയാണ് മനസ്സിലായത്. ക്ലിയർ ആയോ? പേജ് നമ്പർ 43 മോനെ. പാഠഭാഗം കഴിഞ്ഞു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഒന്നുകൂടി സംശയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞു തന്നെ. പേജ് നമ്പർ 43. അപ്പൊ അത്രയുമാണ് നമുക്ക് ആ ലെസണിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ചെയ്യുന്നത് പോലെ നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. അത് നിങ്ങളോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, മുഹാവര്, ആ ബോക്സിൽ എന്തുണ്ടോ അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, മുഹാവര്. വേർഡ് മീനിങ് നിങ്ങൾ എഴുതുമല്ലോ. മുതിർന്ന കുട്ടികളാണ്, കുറച്ച് വലിയ കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചേണ്ട ആവശ്യമില്ലല്ലോ. വേർഡ് മീനിങ് സംശയം ഉണ്ടോ അതിലേ? ഡെൽവിൻ ഒന്ന് വായിച്ചു കൊടുത്ത മോനെ. ആ വേർഡ് മീനിങ് ഒന്ന് വായിച്ചു കൊടുത്തേ ഉറക്കെ എല്ലാവർക്കും. വേർഡ് മീനിങ് മാത്രം. അർജുൻ ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. പർവ്വതീയ ഹിൽ സ്റ്റേഷൻ. ഹിന്ദി മീനിങ് വേണ്ട, ഹിന്ദി വേർഡും അതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും മതി. ഗ്രീഷ്മോത്സവ്, സമ്മർ ഫെസ്റ്റിവൽ. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണേ, വേർഡ് മീനിങ് ശ്രദ്ധിക്കണം. പിന്നെ പ്രദർശിനി, എക്സിബിഷൻ. ഡെൽവിന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടാ? ജുവാന ഒന്ന് വായിച്ചു കൊടുത്ത മോളെ. ഡെൽവിൻ ഓക്കെ, ജുവാന വായിച്ചു കൊടുത്തേ. വേർഡ് മീനിങ്. കേൾക്കുന്നുണ്ടോ സാർ? ആ വായിച്ചു ഉറക്കെ വായിച്ചു. ഒരു പതർച്ച പോലെ കേൾക്കുന്നത്. ക്ലിയർ ആവുന്നില്ലല്ലോ. ഇപ്പൊ ക്ലിയർ. ഒരു പതർച്ച മിസ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല സാർ. ക്ലിയർ ആവുന്നില്ല? പിന്നെ ആരാ വായിക്കുന്ന? ഒന്ന് ശ്രീവിഷ്ണു ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്ത മോനെ. ശ്രീവിഷ്ണുവിന്റെ ചിരിക്കാണ് പൈസ അല്ലേ? അവൻ എത്ര ഹാപ്പി. അവന്റെ ചിരിക്ക് ഒരു പ്രത്യേകത ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നില്ലേ? അവൻ ചിരിക്കുമ്പോ എല്ലാം തുറന്ന് ചിരിക്കും, അല്ലാണ്ട് പകുതി പിശുക്കൊന്നും കാണിക്കൂല ചിരിക്കുമ്പോ. ഓക്കെ വായിച്ചു. രണ്ടുപേരുടെ ഒന്നും മിണ്ടായിരിക്കും. രണ്ടുപേരുടെ ബഹളം വെക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും. രണ്ടുപേര് കൊറേ പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന. എന്തിന്റെ ആവശ്യം? ഞാൻ നിങ്ങളോട് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞായിരുന്നോ? ക്ലിയർ കിട്ടുന്നില്ല. അതാർക്ക്? അഫ്രാസിനോ? അഫ്രാസും ജസ്റ്റസും ക്യാമറന്റെ കംപ്ലൈന്റ് പറഞ്ഞു. വസുദേവ് നെറ്റിന്റെ പ്രശ്നം അന്നേ പറഞ്ഞതല്ലേ? ശ്രീവിഷ്ണു പോയോ വായിക്കാൻ പറഞ്ഞിട്ട്? ഇല്ല മിസ്, അവിടെ ഉണ്ട്. നീ വായിച്ചു കൊടുക്ക്. ലുഫ്യ, ധാടി, വാലി, പിന്നെ ഇലാക്കെ ഏരിയാസ്, വന്യജീവ്, ഫോറസ്റ്റ് ആനിമൽസ്, പിന്നെ അഭയാരണ്യം, അത് വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ വാട്ടർഫോൾസ്, സീമ. ബാക്കി ഞാൻ വായിച്ചോളാം.
അപ്പൊ വേർഡ് മീനിങ് വായിക്കാൻ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് സമാനാർത്ഥി ശബ്ദമാണ് അല്ലെ. സമാനാർത്ഥി ശബ്ദം ഫസ്റ്റ് വേർഡ് പർവ്വത്. പർവ്വത് ഏതൊക്കെയുണ്ട് പര്യായപദങ്ങള്? പഹാഡ്, ഗിരി, നഗ്. പഹാഡ്, ഗിരി, നഗ്. പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതം തന്നെ. ഫൂൽ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, പുഷ്പം. പുഷ്പ്, സുമൻ, കുസുമ. മിസ് വായിക്കുമ്പോ പര്യായപദങ്ങൾ ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ഉദ്യാൻ. ഉദ്യാൻ മീൻസ് ഗാർഡൻ, പൂന്തോട്ടം. ബഗീച്ച, വാടിക, ബാഗ്. നെക്സ്റ്റ് സീമ. സീമ എന്ന് പറഞ്ഞാൽ അതിര്, അതിർത്തി എന്ന് പറയില്ലേ. സർഹദ്, പരിസീമ. നെക്സ്റ്റ് മഹോത്സവ്, ഫെസ്റ്റിവൽ. ഉത്സവ്, ത്യോഹാർ, പർവ്. ആരെങ്കിലും ഇതിൽ പ്രസന്റ് ടൈപ്പ് ചെയ്യാതെ ഉണ്ടോ? പ്രസന്റ് ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്യാൻ മതി, ഒരു പ്രാവശ്യം മാത്രം. നെക്സ്റ്റ് നൗക. നൗക മീൻസ് ബോട്ട്. നാവ്, കിസ്തി, ഡോങ്കി. എന്താ ഡോങ്കി? നമ്മള് ഇംഗ്ലീഷിൽ ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താ? കഴുത. അപ്പൊ ഹിന്ദിയിലെ ഡോങ്കി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? തോണി, ബോട്ടിനെ നമ്മൾ എന്ത് പറയാ? ഡോങ്കി ട്ടാ. ഇനി മുഹാവരെ. സ്വപ്ന സാകാർ ഹോന എന്ന് പറഞ്ഞാല് സ്വപ്നം യാഥാർത്ഥ്യമാകുക, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുക. സോചി ഹുയി ബാത് കാ സച്ച് ഹോന, നമ്മൾ ചിന്തിച്ച കാര്യം നടപ്പിലാകുന്ന അവസ്ഥയാണ് സ്വപ്ന സാകാർ ഹോന. നെക്സ്റ്റ് ചാർ ചാന്ദ് ലഗാന. സുന്ദരത ബടാന, ഭംഗി വർദ്ധിക്കുക, സ്റ്റൈൽ വർദ്ധിക്കുക. മൻ ഖിൽ ഉടന, മനസ്സ് വിടരുക എന്ന് പറഞ്ഞാല് ബഹുത്ത് പ്രസന്ന ഹോന, അത്രയധികം സന്തോഷവാനാവുക. മൻ ബനാന, കിസി കാം കോ കർനെ കെ ലിയെ തയ്യാർ ഹോന. നമ്മുടെ മനസ്സ് റെഡിയാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് റെഡിയാവുക എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇത്രയുമാണ് നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളത്. വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദം, മുഹാവരെ. ഇന്ന് തന്നെ എഴുതി അയച്ചു തരണം. ഇന്ന് 5 മണി വരെ സമയമുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡിറ്റേഷൻ വേർഡ് അവിടെ ഉണ്ട്. പർവ്വതീയ, ഉദകമണ്ഡലം, കോയമ്പത്തൂർ, ടായ്, ഗ്രീഷ്മോത്സവ്, സാംസ്കൃതിക്, കാര്യക്രം, ലുത്ഫ്, അഭയാരണ്യ, ജലപ്രപാത്. നെക്സ്റ്റ് മൗഖിക പ്രശ്നം, ഓറൽ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഊട്ടി ഷഹർ കഹാ ബസാ ഹെ. എവിടെയാണ് ഊട്ടി ടൗൺ സ്ഥിതി ചെയ്യുന്നത്? ഇസ്കാ ദൂസരാ നാം ക്യാ ഹെ. ഇതിന്റെ വേറൊരു പേരെന്താണ്? പറഞ്ഞോ. നിങ്ങൾ അതിന്റെ ആൻസർ പറയണം പാഠഭാഗം കഴിഞ്ഞ ഉടനെ. ഊട്ടി ഷഹർ കഹാ ബസാ ഹെ. പർവ്വതമൊക്കെ റാണി. ഓ പർവ്വതമൊക്കെ റാണി. ഹെവൻ എന്താ പറഞ്ഞ മനസ്സിലായില്ല. പർവ്വതമൊക്കെ റാണി. पर्वतों का रानी दूसरा नाम. वनस्पति उद्यान कितने बड़े क्षेत्र में फैला है? വനസ്പതി ഉദ്യാനം എത്ര ഇതിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ഉം 55 അല്ലേ? 55 ഏക്കർ സ്ഥലത്തുണ്ട് അല്ലേ? വനസ്പതി ഉദ്യാൻ മേ കോൺ സാ ഉത്സവ് മനായ ജാ രഹാ ഹൈ? അവിടെ ആഘോഷിക്കുന്ന ഉത്സവത്തിന്റെ പേരെന്തായിരുന്നു? ഗ്രീഷ്മോത്സവ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം നന്നായിട്ട്. ഗ്രീഷ്മോത്സവ് എന്നാണ് അതിന്റെ പേര്. നീലഗിരി കെ സബ്സെ ഊഞ്ചെ പർവ്വത കാ ക്യാ നാം ഹെ? നീലഗിരിയുടെ ഏറ്റവും മുകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ പേരെന്താ? ഡോഡാബേട്ടയാണോ? എന്താണ്? ഡോഡാബേട്ട. 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 നെക്സ്റ്റ് നമുക്ക് ഇനി റിട്ടേൺ ക്വസ്റ്റ്യൻ, എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ. ഊട്ടി ജാനെ കാ കാര്യക്രം ബനനെ മേ ദേർ ക്യോ നഹീ ലഗി? ഇതിന്റെ ആൻസർ ഞാൻ അടയാളപ്പെട്ട് ഞാൻ ഇപ്പോ അയച്ചെന്നാ പോരെ ഗ്രൂപ്പില്. നിങ്ങൾ അടയാളപ്പെട്ട്. അതായത് ഊട്ടിയിലേക്ക് പോകുന്നതിനുള്ള ഏർപ്പാടുകള് എന്തുകൊണ്ട് വൈകിയില്ല? എന്താ അർജുനെ? ആരുടെ അവിടെ നിന്ന് കളിക്കുന്നേ? എല്ലാം പഠിച്ച് മനസ്സിലായി തോന്നുന്നുണ്ട് അർജുന്റെ കളി കാണുമ്പോ. എന്തുകൊണ്ടാണ്? ജബ് മമ്മി പപ്പ കോബി തസ്വീരൻ ദിഖായി. എന്റെ മമ്മിയും പപ്പയും ഒക്കെ
അവിടുന്ന് ഇന്റർനെറ്റിനൊക്കെ ഉണ്ടായിരുന്ന പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. तो ഊട്ടി जाने का कार्यक्रम बनने में देर नहीं लगी. പപ്പയും മമ്മിയും ആ പിക്ചറുകൾ കാണിച്ചത് കൊണ്ടാണ് അധിക നേരം, അതായത് അധിക താമസം എടുക്കാതെ തന്നെ ഊട്ടിയിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നത്. നൗകാ സൈർ കാ മൻ ബന്നെ കാ ക്യാ കാരൺ ഥാ. നൗകാ സൈർ എന്നാൽ ബോട്ട് യാത്ര. നമ്മുടെ മനസ്സിനെ സന്തോഷവാനാക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിനുള്ള കാരണം? എന്താണ്? झील में नौका सरदा का लुत्फ उड़ाते लोगों की खुशी देखकर हमने भी नौका सर का मन बनाया. അതായത് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുളിർമ, ആ യാത്ര ചെയ്താൽ മാത്രമേ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. മറ്റുള്ളവർ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ബോട്ട് യാത്ര അല്ല. ഗുലാബ് ബാഗ് की विशेषताएं लिखो. ഗുലാബ് ബാഗ്, ആ ഗാർഡന്റെ പ്രത്യേകതകൾ എഴുതാൻ. लगभग 10 एकड़ में फैले. पेज नंबर 42 लास्ट पैराग्राफ ഉണ്ട്. लगभग 10 एकड़ में फैले इस बाग की स्थापना 1900 കണ്ടോ 1995 में की गई थी. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ തോട്ടം, ഈ ഗാർഡൻ 1995 സ്ഥാപിച്ചത്. इस बाग में लगभग 200 किस्मों के गुलाब के पेड़ों का संग्रह है. ഏകദേശം 200ഓളം വെവ്വേറെ തരത്തിലുള്ള പനിനീർ ചെടികൾ ഈ പൂന്തോട്ടത്തിലുണ്ട്. ജിൻപർ സുന്ദർ ഗുലാബ് ഗിൽത്തെ ഹെ. ഇവിടെയാണ് ഏറ്റവും മനോഹരമായ റോസാപ്പൂക്കൾ, നമുക്ക് പനിനീർ ചെടികൾ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് എന്തായത്? ഗുലാബ് ബാഗ്. ഗുലാബ് മീൻസ് റോസ ചെടി, പനിനീർ ചെടി. മധുമലായി വന്യജീവ് അഭയാരണ്യ और കാൽഹട്ടി ജലപ്രപാത് के सौंदर्य के बारे में लिखो. മധുമലായി വന്യജീവ് അഭയാരണ്യത്തെ കുറിച്ചും കാൽഹട്ടി വെള്ളച്ചാട്ടത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ, അതിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് കുറച്ച് എഴുതുക. രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ചോദിച്ചത് കൊണ്ട് ഏതൊക്കെ? വന്യജീവി അഭയാരണ്യത്തെ കുറിച്ചും വന്യജീവി സങ്കേതത്തെ കുറിച്ചും വെള്ളച്ചാട്ടത്തെ കുറിച്ചുമുള്ള പ്രകൃതി ഭംഗിയെ അതിനെ കുറിച്ച് വർണ്ണിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് അതിന്റെ ആൻസർ കുറച്ച് വലുതാണ്. രണ്ടെണ്ണം കൂടി ഒരുമിച്ചായതുകൊണ്ട്. पेज नंबर 43 सेकंड पैराग्राफ इस वन्यजीव अभयारण्य में वनस्पति और जंतुओं की कुछ दुर्लभ प्रजातियां पाई जाती है. यहाँ हमने हाथी, सांबर, चीतल, हिरण और रंग बिरंगे पक्षी देखे. फिर हम कालहट्टी जलप्रपात गए. कालहट्टी जलप्रपात लगभग 100 फुट ऊंचा है. इतनी ऊंचाई से गिरते झरने को देखना और झरने के जल के संगीत के स्वर सुनकर जो आनंद मिला. അഭയാരണ്യ വന്യജീവി സങ്കേതത്തിലെ ഞങ്ങൾ ആനയെയും പുലിയെയും മാനിനെയും ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചു. പിന്നെ പല വർണ്ണങ്ങളിലുള്ള പക്ഷികളെയും കാണുവാൻ സാധിച്ചു. പിന്നീട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോയത്, കാൽഹട്ടി. അവിടെയുള്ള വെള്ളച്ചാട്ടം 100 അടി ഉയരത്തിൽ നിന്നാണ് വീണുകൊള്ളുന്നത്. അപ്പൊ അതിന്റെ ഉയരം കൊണ്ട് വീഴുന്നത് കൊണ്ട് അതിന്റെ സംഗീതം കേൾക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിന് കുളിർമയുള്ളതാകുന്നു അതിന്റെ സംഗീതം കേൾക്കുമ്പോൾ. അതാണ് നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, ഊട്ടി കോ പർവ്വത കി റാണി കഹ്ന ക്യോ ടീക് ഹെ. എന്തുകൊണ്ടാണ് ഊട്ടിയെ പർവ്വതങ്ങളുടെ റാണി എന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് പറയാനുള്ള കാരണം ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. പാഠഭാഗം തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ. ഒരു മിനിറ്റ്. फर्स्ट पैराग्राफ अल्ला सेकंड पैराग्राफ सेकंड थर्ड. ഊട്ടി തമിഴ്നാട് राज्य का शहर है എന്ന് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം. जो पर्वतीय स्थल के रूप में प्रसिद्ध है. जो पर्वतीय स्थल के रूप में प्रसिद्ध है. അതായത് ഫസ്റ്റ് പേജിലാണ് അഞ്ചാമത്തെ ആൻസർ ഉണ്ടാവുക കേട്ടോ. ശ്രദ്ധിക്കണേ, മിസ് അടയാളപ്പെടുത്തി അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പാഠം തുടങ്ങുന്ന ഭാഗത്താണ്, ആ പാരഗ്രാഫിലാണ് അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ഉള്ളത്. അതായത് ജോ പർവ്വതീയ സ്ഥലക്കെ രൂപമേ അതായത് ഊട്ടി പർവ്വതീയ നിരകളുടെ സ്ഥലമായത് കൊണ്ടാണ് പർവ്വതങ്ങളുടെ റാണി എന്ന് വിളിക്കപ്പെടുന്നത്. കേട്ടല്ലോ, ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസർ. നെക്സ്റ്റ്, വാക്യ പൂരേ കരോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കംപ്ലീറ്റ് ദ സെന്റൻസസ്. ബ്രാക്കറ്റിൽ ആൻസർ ഉണ്ട്, നിങ്ങൾ അത് സെലക്ട് ചെയ്യാതാ മതി. ഡേഷ് പഹാഡോं की റാണി ഹെ, നമുക്ക് അവിടെ ഉണ്ട് ആൻസർ അല്ലേ. ഏതാണ് ആൻസർ? ഊട്ടി.
അല്ലേ? നെക്സ്റ്റ് ഹംനെ ദേശ് മേ ബോട്ടിംഗ് കാ ലുത്ഫ് ഉഡായ. എവിടെയാ നമ്മള് ബോട്ടിംഗ് ചെയ്തത്, ബോട്ട് യാത്ര ചെയ്തത്? പറയാമോ? ഡോഡാബേട്ട എന്നുണ്ട്, ജീൽ എന്നുണ്ട്, ദോസൗ എന്നുണ്ട്, കാൽഹട്ടി എന്നുണ്ട്, ഊട്ടി എന്നുണ്ട്. ഊട്ടി എന്നുള്ള ആൻസർ സെലക്ട് ചെയ്തു ഫസ്റ്റിന്. സെക്കൻഡിന്റെ ആൻസർ എന്താണ്? ഞങ്ങള് ഡാഷിലാണ് ബോട്ടിംഗ് യാത്ര ചെയ്തത്. എവിടെയായിരുന്നു? കാൽഹട്ടി ആണോ? ജീലല്ലേ? ജീൽ എന്ന വെള്ളച്ചാട്ടം. കാൽഹട്ടി വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് അവിടെ. ഇവിടെ രണ്ടാമത് വരല് ജീലാണ്. സംശയിക്കല്ലേ, സംശയം വരരുത്. ജീൽ. തേർഡ് ഗുലാബ് ബാഗ് മേ ലഗ്ഭഗ് ഡാഷ് കിസ്മോं के गुलाब के पेड़ है. ഗുലാബ് ബാഗില് ഏകദേശം ഡാഷ് തരത്തിലുള്ള പൂക്കളുണ്ട്. എത്ര? എത്രയുണ്ട്? കേട്ടോ, ദോ സൗ 200 തരത്തിലുള്ള ദോ സൗ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണേ മക്കളെ. ടെക്സ്റ്റ് വായിക്കുന്നില്ല, നിങ്ങളെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഡേഷ് ജലപ്രപാത് ലഗ്ഭഗ് 100 ഫൂട്ട് ഊഞ്ചാ ഹെ. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഡേഷ് വെള്ളച്ചാട്ടം ഏകദേശം 100 അടി ഉയരത്തിൽ നിന്ന് വീഴുന്നു. കാൽഹട്ടി. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? കാൽഹട്ടി. ഡേഷ് നീലഗിരി കാ സബ്സെ ഊഞ്ചാ പർവ്വത് ഹെ. ഡേഷ് നീലഗിരിയുടെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരയാണ്. ഏതാണ്? ഡോഡാബേട്ട. ഡോഡാബെട്ട വായിക്കുമ്പോ ഡോഡാബെട്ട. അപ്പൊ ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് സപ്ഞാ ശബ്ദോं के सामने उचित विशेषण शब्द लिखो. ബ്രാക്കറ്റിൽ കുറെ ഉചിതമായ വിശേഷണ ശബ്ദം ചേർത്തിട്ടുണ്ട്. വിശേഷണം കുറെ ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ താഴെ കൊടുത്തിരിക്കുന്ന നൗണിന് മുന്നേ നിങ്ങൾ ഉചിതമായ വിശേഷണ ശബ്ദം ചേർക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ സപ്ഞയും പഠിക്കണം, എന്താന്ന് വിശേഷണവും പഠിക്കണം. സപ്ഞ എന്ന് പറഞ്ഞാല് നൗണ് നമ്മൾ മുമ്പേ പഠിച്ചു. കിസി വ്യക്തി വസ്തു സ്ഥാനീയ ഭാവക്കെ ബോധക്കോ സപ്ഞ കൽത്തെ ഹെ. ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലങ്ങളുടെയോ ഭാവങ്ങളുടെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സപ്ഞ അല്ലെങ്കിൽ നൗണ്. വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? സപ്ഞായ സർവനാമക്ക് വിശേഷത പ്രകട ഹോ ഉസേ വിശേഷൺ കൽത്ത. നാമത്തെയോ സർവനാമത്തെയോ ഏതെങ്കിലും വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയാണ് വിശേഷണം. നീലേ ആകാശ്, ഓർമ്മയില്ലേ? ആകാശം എന്നുള്ളതിനെ നീല എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ചോട്ടി ലടുക്കി, ചെറിയ പെൺകുട്ടി. ലടുക്കി എന്നുള്ളതിന്റെ വിശേഷണ ശബ്ദമാണ് ചോട്ടി. സുന്ദർ ഫൂൽ, സുന്ദർ എന്നുള്ളത് വിശേഷണ ശബ്ദമാണ്. അപ്പൊ ഇതുപോലെ ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഒക്കെ വിശേഷണ ശബ്ദമാണ്. പർവ്വതീയ, ഊഞ്ച, പുരാനെ, സാംസ്കൃതിക്, വനസ്പതി, സ്വാദിഷ്ട. നമുക്ക് ചേർക്കണം. അതിൽ ഫസ്റ്റ് നമുക്ക് അവിടെ ചേർത്തിട്ടുണ്ട് പർവ്വതീയ സ്ഥലം. പർവ്വത നിരകളുള്ള സ്ഥലം നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡാഷ് കാര്യക്രം. കാര്യക്രം എന്ന പ്രോഗ്രാം. അപ്പൊ എന്ത് പ്രോഗ്രാം ആയിരിക്കും അവിടെ? ഏത് വിശേഷണ ശബ്ദം അവിടെ ചേർക്കുക? സാംസ്കൃതിക്, സാംസ്കാരികപരമായ പ്രോഗ്രാം. സാംസ്കൃതിക് എന്നാണ് അവിടെ ചേർക്കേണ്ടത്. സാംസ്കൃതിക്. ഇന്ന് തന്നെ 5 മണിക്കുള്ളിൽ എല്ലാവരും ഈ പാഠഭാഗത്തിന്റെ ഇതും കൂടി കംപ്ലീറ്റ് ആക്കി എനിക്ക് അയച്ചു തരണേ. 5 മണി വരെ സമയം തരാം. ഇന്ന് തന്നെ പാഠഭാഗം വായിക്കും എല്ലാവരും. വേറെ ദിവസത്തേക്കാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മറന്നുപോകും. നെക്സ്റ്റ് ഡാഷ് ഉദ്യാൻ. എന്ത് ഉദ്യാനായിരുന്നു? പറഞ്ഞോ. വനസ്പതി. വനസ്പതി. വനസ്പതി ഉദ്യാൻ. അർജുനെ എഴുതുന്നുണ്ട്. അർജുനെ നിന്റെ കയ്യിലൊന്നും പേനൊന്നും കാണുന്നില്ല. നീ അവിടുന്ന് സംസാരിക്കുന്നില്ലേ കാണുന്നേ? ആ എഴുത്. പേന എവിടെയെങ്കിലും വെച്ചാ പോരല്ലോ, എഴുത്. വനസ്പതി ഉദ്യാൻ.
നെക്സ്റ്റ് ഡാഷ് പേട്, ഡാഷ് മരം വൃക്ഷം. അതിന് ഏത് വേർഡാ നമ്മൾ ഉപയോഗിക്കുന്നത്? ഊഞ്ച. ഊഞ്ച ഉയരമുള്ള മരം, ഊഞ്ച. അതിന് ടെക്സ്റ്റ് കിട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല ടീച്ചർ. അത് ഇവിടെ ഇല്ല ടെക്സ്റ്റ്. ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം കമ്പ്യൂട്ടറിന്റെ കൊണ്ട് ടെക്സ്റ്റ് വന്നെന്ന് പറഞ്ഞു മലയാളം ടീച്ചർ. ഓക്കെ. ഊഞ്ചാപ്പേട്. നെക്സ്റ്റ് ഡാഷ് ഖാന. അത് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ? അത് നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല, ഇത് പരിപാടി ഇല്ലല്ലോ. അപ്പൊ സ്വാദിഷ്ട് ഖാന. ഹരി, നമ്മ ഭക്ഷണം കഴിക്കലായി. ഹരി, ഹരി ഒന്നും അറിയില്ലടാ. സ്വാദിഷ്ട് ഖാന. ആദ്യം തൊട്ടും പറയോ? ഞാനൊന്നും കേട്ടില്ല. ആദ്യം തൊട്ടും പറയോ? ആരാധ്യാണോ? ആരാധ്യ, നീ ഒന്നും യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് ആദ്യം മുതലേ കണ്ടോ കേട്ടാ. ഫസ്റ്റ് സാംസ്കൃതിക, നെക്സ്റ്റ് വനസ്പതി. അവിടെ നമ്പർ ഇട്ട് വെച്ചോ. നെക്സ്റ്റ് ഊഞ്ചാപ്പേട്, നെക്സ്റ്റ് സ്വാദിഷ്ട് ഗാന, ലാസ്റ്റ് ഡാഷ് പർവ്വത്. ഇനി ഏതാ അവിടെ ഏതാ ചേർക്കാനുള്ള ബാക്കി? ഇനി ഏതാ ചേർക്കാൻ? ഇനി ഒന്നല്ലേ ഉള്ളൂ. പർവ്വതി അവിടെ ചേർക്കുന്നില്ലേ? പുരാനെ. അവിടെ പുരാനെ ചേർത്തോളൂ. പുരാനെ പഴയ. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 46 വർണ്ണോ കോ ജോഡോ ആർ ശബ്ദ ബനാവോ. അതൊന്നും പിന്നെ മിസ് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ആ വർണ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ പഠിപ്പിച്ച പാഠഭാഗത്തിൽ ഏത് വേർഡാണോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഘ ആ ട് ഇ. അപ്പൊ എന്തായിരിക്കും അത് വേർഡ്? ഘാട്ടി. ഘാട്ടി, ഉൾക്കടൽ. നെക്സ്റ്റ് അത് മിസ് വർണ്ണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പ് ആ ര് വ് ആ ട് ഇ യു ആ. അപ്പൊ എന്താവും? പർവ്വതീയ. കേട്ടോ? അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. മിസ് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. പർവ്വതീയ. നെക്സ്റ്റ് ഉത്സാഹിത. ഉത്സാഹിത്. ഉ ത് സ് ആ ഖ് ഇ ത് ആ. ഉത്സാഹിത. നെക്സ്റ്റ് അവിടെ ഉണ്ട് മഹോത്സവ്. ഇനി അതുപോലെ തന്നെ ഉചിത ക്രിയാശബ്ദ ലിഖിക്കർ വാക്യ പൂരേക്കരോ. ഉചിതമായ ക്രിയാശബ്ദം ചേർത്തിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം. അത് അവിടെ ഉണ്ട്. ഫസ്റ്റ് മഹോത്സവ് മേ ഫൂലോं की പ്രദർശിനി ലഗി थी. ലഗാധ എന്നുണ്ട്, ലഗാധ എന്നുണ്ട്, ലഗീതി എന്നുണ്ട്. അവിടെ എന്താ ആൻസർ? ലഗീതി. നെക്സ്റ്റ് ഹം. ഇതെങ്ങനെ നമ്മൾ ലാസ്റ്റ് ഭാഗം ചേർക്കലെന്ന് അറിയോ? ഫസ്റ്റ് ആരാണ്, ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളാണോ നോക്കുക, ഏകവചനമാണോ ബഹുവചനാണോ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഭാഗം ചേർക്കുക, ഫില്ല് ചെയ്യാം. ഇവിടെ ഹം ഊട്ടി ജി. ഹം എന്ന് പറയുമ്പോ ഒരാളാണോ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ ഒന്ന് പറയാമോ? കൂടുതലുണ്ട്. അപ്പൊ എന്തായാലും ഗയാന്ന് വരില്ല. ഗയാന്ന് പറയണെങ്കിൽ ഒരാളെ മാത്രമാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? ഫസ്റ്റത്തത് എന്താണ്? ഗയേ. ഹം ഊട്ടി ജീൽ ഗയേ. ഹം എന്ന് വരുമ്പോ അവസാനം എന്തേ വരുള്ളൂ? ബഹുവചന വരിക. അത് ഓർമ്മിക്കണം. ഏകവചനാണ് ഫസ്റ്റ് എങ്കിൽ ലാസ്റ്റ് ഏകവചന വരൂ. ബഹുവചനാണ് ഫസ്റ്റ് എങ്കിൽ ലാസ്റ്റ് എന്ത് വരും? ബഹുവചനം. അല്ലാതെ 1, 2, 10 പ്രാവശ്യം എണ്ണി അതിൽ 9 വരുന്ന എടുത്തങ്ങ് എഴുതാൻ പാടില്ല. ശ്രദ്ധിച്ചെഴുതണം. അങ്ങനെ എഴുതുന്നവരുണ്ട്. ആൻസർ രണ്ടും 1, 2, 3 എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എണ്ണിട്ട് 9 വരുന്നത് ആൻസർ സെലക്ട് ചെയ്യും അല്ലെ. നോക്ക് നെക്സ്റ്റ്. घाटी का अद्भुत नजारा देखकर मन खिल डैश. घाटी का अद्भुत नजारा. ഘാട്ടി എന്നുള്ള വേർഡ് ആ സെന്റൻസ് കണ്ടോ എവിടെയെങ്കിലും നിങ്ങള്?
മിസ് അത് ടെക്സ്റ്റ് തന്നെ കാണിച്ചു തരാം എവിടെയാണ്. പേജ് നമ്പർ 42 കണ്ടോ? 42 തേർഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് പാരഗ്രാഫ് തൊട്ട് മുകളിലാ എഹം സേ ഗാട്ടി കാ അത്ഭുത നസാര ദേഖ്കർ മൻ ഖിൽ ഉഠാ. അപ്പൊ എന്താ വരിക? ഉഠ. അത് എന്തുകൊണ്ടാ വന്നെന്നറിയോ? ഘാട്ടി എന്നുള്ളത് പുല്ലിംഗം പ്ലൂറൽ ഇല്ലാത്തോണ്ടല്ലേ? പുല്ലിംഗം ഏകവചനമായത് കൊണ്ടാണ് ഉഠാന്ന് ചേർത്തത്. സ്ത്രീലിംഗം ആണെങ്കിൽ ഉടീന വരിക. ഘാട്ടി എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അത് നിങ്ങൾക്ക് എല്ലാം ബൈഹാർട്ടാക്കി പഠിക്കാൻ പറ്റില്ല. പുല്ലിംഗം ഏതാണെന്ന് എല്ലാം പഠിച്ചു വെക്കാൻ പറ്റില്ല. उठा. नेक्स्ट, झरने पर हमने अनेक पर्वत के प्रकार के पर्वती പക്ഷി. हम झरने पर हमने എന്നുണ്ട്. അവിടെ ഹം ഉണ്ടല്ലോ. ആ സെന്റൻസിൽ എവിടെയോ ഹം ഉണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെയാണ്. അപ്പൊ അവിടെ എന്താ വരുമോ? ദേക്കാന്നാണോ ദേക്കേന്നാണോ? ദേക്കേന്ന് വരും. ഹംനെ, ഹം എന്ന് പറയുമ്പോ ഞങ്ങളാണ്. അപ്പൊ ദേഖേ. झरने पर हमने अनेक पर्वती പക്ഷി ദേഖേ. നെക്സ്റ്റ് അതുപോലെ ഉചിത വിരാമ ചിഹ്നം ലഗാവോ എന്നുള്ളത്. ദിയേ ഗയേ വാക്യോമേ ഉചിത വിരാമ ചിഹ്നം. ഇപ്പൊ പറഞ്ഞതില് മൂന്നാമത്തെ ഒന്നും കൂടി പറയോ? ഉഡാന്നുള്ളതാണ് വേണം. ഉഡാ. ലാസ്റ്റത്തത് ദേഖേ. ഇനി ഉചിത വിരാമ ചിഹ്നം ചേർക്കണം. കോമ വേണ്ടിട്ട് കോമ, ഫുൾ സ്റ്റോപ്പ്, അർദ്ധവിരാമം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് സെന്റൻസിൽ ഒന്നുമില്ല, ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം അല്ലേ? ഹം മധുമലായി വന്യജീവി അഭയാരണ്യ ഗയേ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചേ. കുറച്ച് സ്പീഡാക്കിയാൽ ഇപ്പൊ കഴിയും. അത് ഇപ്പൊ ക്ലാസ് കട്ടാവും. സെക്കൻഡില് ഓരോ മൃഗങ്ങളുടെ പേര് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കോമ ഇട്ട് വെച്ചേ. ഹാത്തി കോമ ഇടുക, സാമ്പർ കോമ, ചീത്തൽ കോമ, 3 കോമ ഇടുക, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഹിരൺ കഴിഞ്ഞിട്ട് കോമ ഇടല്ലേ. ഹാത്തി, സാമ്പർ, ചീത്തൽ 3 കോമ ഇടുക, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. ഹിരൺ ഉണ്ടായിരുന്നു. ഹിരൺമാൻ, ചീത്തൽ എന്ന് പറഞ്ഞ പുള്ളിപ്പുലി. നെക്സ്റ്റ് അതുപോലെ ഉദകമണ്ഡലം എന്നുള്ളത് കൊട്ടേഷൻ ഇട്ട് വെക്കുക, ഇൻവെർട്ടർ കോമയിൽ ഇട്ട് വെക്കുക. ഉദകമണ്ഡലം സ്ഥലത്തിന്റെ പേരില്ലേ, അത് 2 സൈഡും ഇൻവെർട്ടർ കോമ, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. സാമ്പാർ എന്താ? സാമ്പാർ സിംഹല്ലേ? അല്ല, പുലി. സാമ്പാർ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനെയാണ് കരടിയെ. ബാലുവിന് സെയിം പേരാണ്. ബാലു, സാമ്പാർ സെയിം ആണ് പേര്. നെക്സ്റ്റ് ഇൻവെർട്ടർ കോമയുടെ ഫുൾ സ്റ്റോപ്പ് ലാസ്റ്റ്. ക്ലാസ് കട്ടാവാറായേ. ബാക്കിയുള്ള 2 ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു കോമ, 4-ാമത്തേല് ഒരു ഫുൾ സ്റ്റോപ്പ് മാത്രം. 5-ാമത്തേല് ഹുവാന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം. ഏറ്റവും ലാസ്റ്റ് ഒരു ആശ്ചര്യ ചിഹ്നം. ആശ്ചര്യ ചിഹ്നം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട, അതിന്റെ ഡോട്ട്. ആശ്ചര്യ ചിഹ്നം എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ഫുൾ സ്റ്റോപ്പ് മാത്രമല്ലല്ലോ. 4-ാമത്തേല് ഫുൾ സ്റ്റോപ്പ് മാത്രം. ഇപ്പൊ ക്ലാസ് കേട്ടോ മക്കളെ. 5-ാമത്തേല് ഹുവാ